മലയാളിക്ക് കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലാണ് ഓരോ ആഘോഷവും. കോട്ടയം മംഗലത്തേട്ട് കുടുംബത്തിന്റെ ആഘോഷത്തിന്റെ വിശേഷങ്ങളുമായി ജോസി ബാബു ചേരും. 84-കാരി ഐഷ കൊച്ചമ്മയും 1 മാസം പ്രായമുള്ള മെഹറും ഈ ആഘോഷത്തിന്റെ ഭാഗമാണ്. ഓണാഘോഷത്തിന്റെ പാരമ്യത്തിലാണ് നാടാകെ. ഇപ്പോൾ നാം നിൽക്കുന്ന കോട്ടയത്തെ മംഗലത്തേട്ടെന്ന് പറയുന്ന കുടുംബാംഗങ്ങൾക്കിടയിലാണ്. അവരുടെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ ഓണക്കളികളുമായി ആഘോഷങ്ങൾക്കിടയിലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വിദേശത്ത് നിന്ന് അടക്കം ഒത്തിരി പേര് എത്തിയിട്ടുണ്ട്, പല പ്രായക്കാരുണ്ട്. നമ്മൾ അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഓണത്തിന്റെ മൂഡ്? ഇവിടം വരെ ഓണം മൂഡിലേക്ക് എത്തിയോ? ഉഗ്രം മൂടില്ല. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? മൂടായി വരുന്നേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ ഒരു പല പ്രായക്കാർ എല്ലാവരും കൂടെ ചേരുമ്പോഴുള്ളൊരു എല്ലാ ആഘോഷങ്ങൾക്കും ഇങ്ങനെയാണോ? അത് ഓണത്തിന് മാത്രമാണോ? ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട്, എനിക്കിപ്പോൾ 80 വയസ്സായി, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുപോലെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും എല്ലാ ആഘോഷങ്ങൾക്കും ഒന്നിച്ച് ചേരും. അത് ഞങ്ങളുടെ പൂർവികന്മാരുടെ കാലം മുതലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ കാലശേഷവും ഇതുപോലെ എല്ലാവരോടും ഒത്തുകൂടണമെന്ന്. ഞങ്ങൾ ഒരിക്കലും മുടക്കം വരുത്തിയിട്ടില്ല. ഓണമായാലും ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും എല്ലാവരും ഇവിടെ ഉള്ളവരും പുറത്തുള്ളവരും എല്ലാവരും കൂടെ വരും. ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ്. ഇത്തരം കാഴ്ചകളൊക്കെ കുറഞ്ഞു തരുമോ ഈ കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലൊക്കെ? അപ്പോൾ നിങ്ങൾ അതിലൊരു പ്രത്യേകത കാണുന്നുണ്ടോ? ഞങ്ങളുടെ 10 സഹോദരങ്ങളാണുള്ളത്. അതിൽ 2 പേര് നിര്യാതരായി. എങ്കിലും അവരുള്ള കാലം മുതൽ ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പം വിദേശത്ത് നിന്നൊക്കെ ഈ ഓണം പ്രമാണിച്ച് വന്നതാണ്. ഞങ്ങൾ ക്രിസ്മസിനും ഈസ്റ്ററിനും എല്ലാം ഒരുമിച്ച് കൂടുന്നതാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? വളരെ സന്തോഷമാണ്. ഇത് ഞങ്ങളുടെ 2 സഹോദരങ്ങൾ മരിച്ചുപോയി, അതിലുള്ള സങ്കടം മാത്രമാണ് കൂടുതലുള്ളത്. പിന്നെ ഞങ്ങളുടെ കാരണവന്മാർ, ഫാദറും മദറും എല്ലാവരും ഉണ്ടായിരുന്ന കാലത്തും ഇങ്ങനെ തന്നെ ഞങ്ങളിത് ആഘോഷിച്ചുകൊണ്ടിരുന്നതാണ്. ഈ വീടിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ വീട് 70 വർഷങ്ങളോളം പഴക്കമുള്ള വീടാണ്. വനിതകളുമുണ്ട്, പല പ്രായക്കാരുണ്ട്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂകൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. പുന്നെല്ലിൻ പൂമല പൂമുറ്റം തോറും നീ വരൂ പൊന്നോലത്തുമ്പി. ഈ വിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി. മാതൃക തന്നെ സമൂഹത്തിന് കാണിച്ചു നൽകുകയാണ് ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും. അപ്പോൾ എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി നമുക്കൊരു ഹാപ്പി ഓണം പ്രേക്ഷകർ പറയാം. കോട്ടയത്ത് നിന്നും ജോസി ബാബു, മീഡിയ 1.